നമസ്കാരം. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാന സർക്കാർ എടുത്ത നടപടികളെക്കുറിച്ചും ധനസഹായങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും 8-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും ഇന്ത്യക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനമുണ്ടാക്കും, ഫ്ലഡ് മാപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും, ഡാമുകളിലെ മണൽ നീക്കും, നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും എക്കലും അടക്കം നീക്കം ചെയ്യാൻ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് എന്തായാലും നിർദ്ദേശം നൽകും, ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും, AI ഡ്രിവൺ സംവിധാനം ഒരുക്കും, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പ്രഗത്ഭരുടെ വലിയ സംഘം വരും, നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന് എന്തൊക്കെ തരത്തിലുള്ള കരുതൽ നടപടികളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരായി സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന വിമർശനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അറിയേണ്ടതില്ല, കേവലം സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കുള്ള മറുപടി മാത്രം മതിയോ എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടെ പ്രതികരിച്ചിരുന്നു. ഏറ്റവും ഒടുക്കം പ്രിയദർശിനി വിവാദത്തിലടക്കം മുഖ്യമന്ത്രി പ്രതികരിച്ചു. തെറ്റ് പറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ട് വിവാദത്തിലേക്ക് പോകാതെയാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. മാത്രമല്ല അദ്ദേഹം വളരെ നിർണായകമായി ഇനി എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകേണ്ടത് എന്നും കേരളത്തിലെ നിലവിലെ പാരിസ്ഥിതിക അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നും കേരളത്തിലെ നിലവിലെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ ജീവിതാവസ്ഥയെക്കുറിച്ചും അടക്കമുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ തന്നെയും വന്നിരുന്ന പല മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചും ആരെ കാണാനാണ് പോയത് എന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നില്ല. അതൊക്കെ ഇന്നലെ പറഞ്ഞതാണല്ലോ, മറുപടി പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളാണ്, വീണ്ടും അതിലേക്ക് പോകുന്നില്ല, അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാതെയാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളുടെ ഈ രീതിയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. PSC നിയമനത്തെക്കുറിച്ചോ ശബരിമലയിലെ നെയ്യുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. എങ്ങനെയാണ് വാർത്താ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ ക്രിയാത്മകമായി ഇടപെടേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹം ഇതിനു മുൻപും പല സ്ഥലങ്ങളിലും സമയങ്ങളിലും പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത് എങ്ങനെയെന്ന് കാണാം. അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതേന്ന് നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അല്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടത്